വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് PACയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ പരീക്ഷകളിൽ ആവർത്തിച്ച സയൻസ് ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിൽ പുതിയ SCERT ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 7ാം ക്ലാസ്സിലെ 9ാം ക്ലാസ്സിലൊക്കെ നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കഴിഞ്ഞ പരീക്ഷകളിൽ ചോദിച്ച ചോദ്യങ്ങളും PAC പരീക്ഷകളിൽ ആവർത്തിച്ച ചോദ്യങ്ങളും SCERT പാഠഭാഗങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള SCERT പാഠഭാഗങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? സങ്കരീന മിത്തുകളാണ്. സങ്കരീന മിത്തുകളെ ഭാഗത്ത് നിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് അല്ലേ. ഓരോന്നിൻ്റെയും നമുക്ക് കൂട്ടത്തിൽപ്പെടാത്തത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. മുളകിൻ്റെ സങ്കരീന മിത്ത് ഏതാണ്? മുളകിൻ്റെ സങ്കരീന മിത്ത് ഏതാണ്? ഉജ്ജ്വല ജ്വാലാമുഖിയാണ് മുളകിൻ്റെ സങ്കരീന മിത്ത് എന്ന് പറയുന്നത്. അത് ജ്വലിക്കുകയാണ് അല്ലേ. മുളക് കടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജ്വലിക്കില്ലേ. അപ്പോൾ ഓക്കെ. അപ്പോൾ ഉജ്ജ്വല ജ്വാലാമുഖിയാണ് മുളകിൻ്റെ സങ്കരീന മിത്ത്. ഇനി പയറിൻ്റെ ജ്യോതിക ഭാഗ്യലക്ഷ്മിയാണ്. പയറിൻ്റെ എന്താണ്? ജ്യോതിക ഭാഗ്യലക്ഷ്മി. പയറിൻ്റെ ജ്യോതിക ഭാഗ്യലക്ഷ്മി. നെല്ല് പവിത്ര അന്നപൂർണ. നെല്ലിൻ്റെ പവിത്ര അന്നപൂർണയാണ് നെല്ലിൻ്റെ പ്രധാനപ്പെട്ട സങ്കരീന വിത്തുകൾ. തെങ്ങ് ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, കുറേ ഉണ്ടല്ലേ. ലക്ഷദ്വീപ് ഓർഡിനറി, വെസ്റ്റ് കോസ്റ്റ് ടോള്, ഈസ്റ്റ് കോസ്റ്റ് ടോള്, ഗംഗാബോൻ എന്നിവയൊക്കെ എന്താണ്? ഈ തെങ്ങിൻ്റെ സങ്കരീന വിത്തുകളാണ് കേട്ടോ. അപ്പോൾ ഈ SCERTൽ പറയുന്നത് ഇതൊക്കെയാണ്. ചന്ദ്രലക്ഷ്മിയും ചന്ദ്രശങ്കരയാണ്. വെണ്ടയുടെ സൽകീർത്തിയും കിരണമാണ്. വെണ്ടയുടെ സൽകീർത്തിയും കിരണമാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? മുളകിൻ്റെ ഉജ്ജ്വല ജ്വാലാമുഖി, പയറിൻ്റെ ജ്യോതിക ഭാഗ്യലക്ഷ്മി, നെല്ല് പവിത്ര അന്നപൂർണ, തെങ്ങ് ചന്ദ്രലക്ഷ ചന്ദ്രശങ്കര, വെണ്ട സൽകീർത്തി കിരൺ. ക്ലിയർ ആയല്ലോ അല്ലേ? ഒന്നുകൂടിയും പറയാം, ഒന്നുകൂടി കാണാൻ പാടില്ല. നമുക്ക് നമ്മൾ ഈ പാഠഭാഗങ്ങളൊക്കെ ക്ലാസ്സിൽ വെച്ച് തന്നെ നമുക്ക് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും ആ ഒരു ഭാഗം നമുക്ക് വീണ്ടും നോക്കേണ്ടതായിട്ട് വരില്ല. അപ്പോൾ ഞാൻ പരമാവധി എന്നെക്കൊണ്ട് പറ്റാവുന്ന 3-4 പ്രാവശ്യമൊക്കെ ഞാൻ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ തന്നെ ക്ലാസ്സിൽ വെച്ച് പഠിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഇതാവില്ലേ, യൂസ്ഫുൾ ആയിരിക്കും. അപ്പം മുളക് എന്ന് പറയുന്നത് എന്താണ്? ഉജ്ജ്വല ജ്വാലാമുഖിയാണ്. പയറ് ജ്യോതിക ഭാഗ്യലക്ഷ്മി, നെല്ല് പവിത്ര അന്നപൂർണ, തെങ്ങ് ചന്ദ്രലക്ഷ ചന്ദ്രശങ്കര, വെണ്ട സൽകീർത്തി കിരൺ. ക്ലിയർ ആയല്ലോ? ഇനി ചോദിക്കുന്നൊരു ഭാഗമാണ് കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ. ഓക്കെ. എപ്പോഴും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ആവർത്തിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ. കേരള കാർഷിക സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കേരള കാർഷിക സർവകലാശാല എവിടെയാണ്? മണ്ണുത്തി, തൃശ്ശൂരാണ്. നമുക്ക് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ ചെയ്തപ്പോൾ കണ്ടിരുന്നു അല്ലേ. എന്താണ്? കേരള കാർഷിക സർവകലാശാല എവിടെയായിരുന്നു? അപ്പം മണ്ണുത്തി തൃശ്ശൂരാണ്. തൃശ്ശൂരിലുള്ള മണ്ണുത്തിയിലാണ് കേരള കാർഷിക സർവകലാശാല സ്ഥിതി ചെയ്യുന്നത്. ഇനി കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്തെ ശ്രീകാര്യത്താണ് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്തെ ശ്രീകാര്യത്താണ്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് കോട്ടയത്താണ്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയം. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? കേരള കാർഷിക സർവകലാശാല എവിടെയാണ്? തൃശ്ശൂർ മണ്ണുത്തിയാണ്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം തിരുവനന്തപുരത്തെ ശ്രീകാര്യത്താണ്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയത്താണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കാസർഗോഡാണ്. ക്ലിയർ ആയല്ലോ? ഇനി നെക്സ്റ്റ് ചോദിക്കുന്ന ഒരു ഭാഗമാണ് അല്ലേ, പ്രധാന ആസിഡുകൾ. പാലിലടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണെന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ കുറച്ച് മെയിനായിട്ടുള്ള കുറച്ച് ഭക്ഷ്യവസ്തുക്കളുടെ ആസിഡുകൾ പഠിച്ചു വയ്ക്കുക കേട്ടോ. മോരിൻ്റെയും തൈരിൻ്റെയും എന്താണ്? ലാക്റ്റിക് ആസിഡാണ്. മോര്, തൈര്, പാൽ എന്നിവയുടെയൊക്കെ എന്താണ്? ലാക്റ്റിക് ആസിഡാണ് പ്രധാന ആസിഡ് എന്ന് പറയുന്നത്. വിനാഗിരി ആണെങ്കിലോ? വിനാഗിരിയുടെ അസറ്റിക് ആസിഡാണ്. വിനാഗിരിയുടെ ആസിഡ് എന്ന് പറയുന്നത് അസറ്റിക് ആസിഡാണ്. നാരങ്ങയുടെ സിട്രിക് ആസിഡ്. വാളംപുളി ടാർട്ടാറിക് ആസിഡ്. ആപ്പിൾ മാലിക് ആസിഡ്. നെല്ലിക്ക അസ്കോർബിക് ആസിഡ്. നെല്ലിക്ക എന്താണ്? അസ്കോർബിക് ആസിഡ്. തക്കാളി ഓക്സാലിക് ആസിഡ്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? മോര്, തൈര്, പാൽ എന്നിവയുടെ ലാക്റ്റിക് ആസിഡ്, വിനാഗിരി അസറ്റിക് ആസിഡ്, നാരങ്ങ സിട്രിക് ആസിഡ്, വാളംപുളി ടാർട്ടാറിക് ആസിഡ്, ആപ്പിൾ മാലിക് ആസിഡ്, നെല്ലിക്ക അസ്കോർബിക് ആസിഡ്, തക്കാളി ഓക്സാലിക് ആസിഡ്. ക്ലിയർ ആയല്ലോ അല്ലേ?
ഒന്നുകൂടി നോക്കാം നമുക്ക്. പാല്, മോര്, തൈര് എന്നിവയിലൊക്കെ എന്താണ് ലാക്റ്റിക് ആസിഡ്, വിനാഗിരി അസിറ്റിക് ആസിഡ്, നാരങ്ങ സിട്രിക് ആസിഡ്, വാളംപുളി ടാറ്റാറിക് ആസിഡ്, ആപ്പിൾ മാലിക് ആസിഡ്, നെല്ലിക്ക എന്താണ് അസ്കോർബിക് ആസിഡ്, നെല്ലിക്ക അസ്കോർബിക് ആസിഡ്, തക്കാളി ഓക്സാലിക് ആസിഡ്. ഇനി ഇതുപോലെ തന്നെ പല്ലുകളുടെ ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് അല്ലേ. ഓരോ ചർവണകം എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്ന പല്ലിൻ്റെ ഭാഗം ഏതാണ്, അല്ലെങ്കിൽ ചവച്ചരയ്ക്കുവാൻ സഹായിക്കുന്ന ഭാഗം ഏതാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. പല്ലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അല്ലേ, ഏറ്റവും ശരീരത്തിലെ തന്നെ ഏറ്റവും കാഠിന്യമേറിയ പദാർത്ഥം എന്ന് പറയുന്നത് എന്താണ്, ഇനാമലാണ്. ഇനാമൽ എവിടെയാണ് ഉള്ളത്, പല്ലിലാണ് ഇനാമൽ ഉള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് പല്ലിനെ നാലായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്, ഒളിപ്പല്ല്, കോമ്പല്ല്, അഗ്രചർവണകം, ചർവണകം എന്നിങ്ങനെ 4ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഓരോ നമ്പർ വെച്ച് പഠിക്കേണ്ടതാണ്. നമുക്ക് ഒരു കോഡ് ഉണ്ട് കേട്ടോ. ഞാൻ ഈ ക്ലാസ് എടുത്തപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 1 2 3 എന്ന് പഠിച്ചാൽ മതി കേട്ടോ. 2 1 2 3 എന്ന് പഠിച്ചാൽ മതി. എല്ലാത്തിനും ഇൻറ്റു 4 ചെയ്യുക കേട്ടോ. എല്ലാത്തിനും എന്ത് ചെയ്യുക, ഇൻറ്റു 4 ചെയ്യുക. അപ്പം നമ്മൾ 2 1 2 3 എന്നാണല്ലേ പറഞ്ഞത്. നമുക്ക് ഇങ്ങനെ പറഞ്ഞു പോകാം കേട്ടോ. ഒളിപ്പല്ല് തൊട്ട് പറഞ്ഞു പോകാം, അതായിരിക്കും നല്ലത്. ഒളിപ്പല്ലിന് ഞാൻ പറഞ്ഞത് എന്താണ്, 2 എന്ന് പറഞ്ഞു അല്ലേ. അതുപോലെ തന്നെ കോമ്പല്ലിന് 1 എന്ന് പറഞ്ഞു, അഗ്രചർവണകത്തിന് 2 എന്നും പറഞ്ഞു, ചർവണകത്തിന് എന്ത് പറഞ്ഞു, 3 എന്ന് പറഞ്ഞു. ഈ ഒരു ഫോം ഒന്ന് പഠിച്ചു വയ്ക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഒളിപ്പല്ല് എന്ന് പറയുന്നത് 2 ആണെന്ന് പറഞ്ഞു അല്ലേ. അതായത് മുൻവശത്ത് മുകളിലും താഴെയുമായി 4 പല്ലുകളാണ് ഉള്ളത്. മുൻവശത്ത് മുകളിലും താഴെയുമായിട്ട് 4 പല്ലുകൾ വീതമാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ 2നെ ഇൻറ്റു 4 ചെയ്യുക. എന്ത് ചെയ്യുക, ഇൻറ്റു 4 ചെയ്യുക. എല്ലാത്തിനും ഇൻറ്റു 4 ആണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി, ടോട്ടൽ 8 പല്ലുകൾ കിട്ടിയില്ല. അപ്പോൾ 8 ഒളിപ്പല്ലുകളാണ് നമ്മുടെ ശരീരത്തിലുള്ള പല്ലുകളുടെ എണ്ണം. ഒളിപ്പല്ലുകളുടെ എണ്ണം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ 8 പല്ലുകളാണ്. ഇനി ആഹാര വസ്തുക്കൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്നത് ഏത് ഭാഗമാണ് എന്ന് ചോദിക്കാറുണ്ട് അല്ലേ. ഒളിപ്പല്ലാണ് കടിച്ചു മുറിക്കാനായിട്ട് സഹായിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ പഠിക്കാം, കടിച്ചു മുറിക്കാൻ എന്ന് പറയുമ്പോൾ എന്നല്ലേ വരുന്നത്, മൂ എന്ന് പറയുമ്പോൾ അങ്ങനെ പഠിച്ചിരിക്കുക. അപ്പോൾ ഒളിപ്പല്ല് എന്ന് പറയുന്നത് എന്താണ്, കടിച്ചു മുറിക്കാനാണ് സഹായിക്കുന്നത്. ഇനി നെക്സ്റ്റ് കോമ്പല്ല് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു 2 1 2 3 ആണ്, 1 ആണെന്ന് പറഞ്ഞു അല്ലേ. അതിന് നമ്മൾ പറഞ്ഞു ഇൻറ്റു 4 ചെയ്യാണ് നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒളിപ്പല്ലുകളുടെ സമീപം ഇരുവശങ്ങളിലും മുകളിലും താഴെയുമായിട്ട് 2 പല്ലുകൾ വീതമാണ്. അപ്പോൾ എത്ര കിട്ടി, 1 4 എന്ന് പറയുമ്പോൾ എത്ര കിട്ടി, 4 ആണ് അല്ലേ. അപ്പോൾ 4 പല്ലുകളാണുള്ളത്. ആഹാര വസ്തുക്കൾ കടിച്ച് കീറാൻ സഹായിക്കുന്നതാണ് കോമ്പല്. അതായത് കോമ്പല് എന്ന് പറയുമ്പോൾ ക ആണല്ലോ വരുന്നത് അല്ലേ, കോമ്പല് ക. അപ്പോൾ കടിച്ച് കീറാൻ, ഓക്കെ, കോമ്പല് കടിച്ച് കീറാനായിട്ട് സഹായിക്കുന്നു. ഇനി അഗ്രചർവണകം എന്ന് പറയുന്നത് 2 ആണെന്ന് പറഞ്ഞു അല്ലേ. ഇത് നമ്മൾ പറഞ്ഞു ഇൻറ്റു 4 ചെയ്യാൻ പറയുകയാണെങ്കിൽ എത്ര, 8 പല്ലുകളായിരിക്കാം അഗ്രചർവണകം എന്ന് പറയുന്നത്. കോമ്പല്ലിന് സമീപം ഇരുവശങ്ങളിലും മുകളിലും താഴെയുമായിട്ട് 4 പല്ലുകൾ വീതമാണുള്ളത്. ഇത് 8 പല്ലുകളാണല്ലേ ഉള്ളത്. അപ്പോൾ അഗ്രചർവണകത്ത് 8 പല്ലുകളാണുള്ളത്. ആഹാര വസ്തുക്കൾ ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നത് അഗ്രചർവണകമാണ്. ആഹാര വസ്തുക്കൾ ചവച്ചരയ്ക്കുവാനായിട്ട് സഹായിക്കുന്നത് അഗ്രചർവണകമാണ്. ഇനി ചർവണകം എന്ന് പറയുന്നത് എത്രയാണ്, 3 ആണെന്ന് പറഞ്ഞു. നമ്മൾ ഇൻറ്റു 4 ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ 12 ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ മുകളിലും താഴെയുമായിട്ട് 6 പല്ലുകൾ വീതമാണ്. അതായത് ടോട്ടൽ 12 പല്ലുകളാണുള്ളത്. ആഹാര വസ്തുക്കൾ ചവച്ചരയ്ക്കുവാൻ തന്നെയാണ് ചർവണകവും സഹായിക്കുന്നത്. ചാച്ചയാണ് അല്ലേ. അപ്പോൾ അഗ്രചർവണകവും അതുപോലെ ചർവണകവും ആഹാര വസ്തുക്കൾ ചവച്ചരയ്ക്കുവാനാണ് സഹായിക്കുന്നത്. അപ്പോൾ 2 1 2 3 എന്ന് പഠിച്ചിരിക്കുക. ഇൻറ്റു 4 ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് എണ്ണം കിട്ടുമെന്ന് പറഞ്ഞു. ഇനി ഉളിപ്പല്ല് എന്ന് പറയുന്നത് കടിച്ചു മുറിക്കാനാണ് സഹായിക്കുന്നത്. കോമ്പല് കടിച്ചു കീറാനാണ് സഹായിക്കുന്നത്. അഗ്രചർവണകവും ചർവണകവും ചവച്ചരയ്ക്കുവാനാണ് സഹായിക്കുന്നത്. ക്ലിയർ ആയല്ലോ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സസ്യകലകളാണ് കേട്ടോ. ഈ സസ്യകലകളിൽ നിന്നും കഴിഞ്ഞ പ്രിലിംസ് എക്സാമിന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഭാഗം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. സസ്യകലകൾ ഏതൊക്കെയാണ്, പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ എന്ന് പറയുന്ന 3 കലകളാണ്, സസ്യകലകളാണുള്ളത് കേട്ടോ. അപ്പോൾ എന്താണ് പാരൻകൈമ എന്ന് വെച്ചാൽ, എന്താണ് പാരൻകൈമ, ഏറ്റവും ലഘുഘടനയുള്ള കോശങ്ങൾ ചേർന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, പാരൻകൈമ എന്ന് പറയുന്നത്. അപ്പോൾ പാരൻകൈമയിൽ ഏറ്റവും ലഘുവായ കോശങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ മൃദുവായ സസ്യഭാഗങ്ങളിൽ കാണപ്പെടുന്നതും പാരൻകൈമയാണ്. മൃദുവായ സസ്യഭാഗങ്ങളിൽ കാണപ്പെടുന്നത് എന്താണ്, പാരൻകൈമയാണ്. പ്രകാശ സംശ്ലേഷണത്തിനും ആഹാര സംഭരണത്തിനും സഹായിക്കുന്നതാണ് ഇതിൻ്റെ പ്രധാന ധർമ്മം. പ്രകാശ സംശ്ലേഷണത്തിനും ആഹാര സംഭരണത്തിനും സഹായിക്കുന്നത് പാരൻകൈമയാണ്. അപ്പോൾ പാരൻകൈമയെ കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞത്, ഏറ്റവും ലഘുഘടനയുള്ള കോശങ്ങൾ ചേർന്നതാണ്, മൃദുവായ സസ്യഭാഗങ്ങളിൽ കാണപ്പെടുന്നു, പ്രകാശ സംശ്ലേഷണത്തിനും ആഹാര സംഭരണത്തിനും സഹായിക്കുന്നു.
നെക്സ്റ്റ് എന്താണ്? കോളങ്കൈമയാണ്. കോശഭിത്തിയുടെ മൂലകളിൽ മാത്രം കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്നത്. ഈ ഒരു ഭാഗം ഒന്ന് നോക്കി പഠിക്കാം കേട്ടോ. കോശഭിത്തിയുടെ മൂലകളിൽ മാത്രമാണ് കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്നതിനാണ് കോളങ്കൈമ എന്ന് പറയുന്നത്. സസ്യഭാഗങ്ങൾക്ക് വഴക്കവും താങ്ങവും നൽകുന്നത് എന്താണ്? കോളങ്കൈമയാണ്. സ്ക്ലീറങ്കൈമ കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്നതാണ്. അപ്പോൾ കോളങ്കൈമ എന്ന് വെച്ചാൽ എന്താണ്? ഒരു മൂലകളിൽ മാത്രം കട്ടി കൂടിയ കോശങ്ങളായിരുന്നു. സ്ക്ലീറങ്കൈമ എന്ന് വെച്ചാൽ എന്താണ്? എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്നതാണ്. സസ്യഭാഗങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്നത് എന്താണ്? സ്ക്ലീറങ്കൈമയാണ്. അപ്പോൾ അതായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഈ മൂല എന്നുള്ളതും അതുപോലെ തന്നെ എല്ലാ വശങ്ങളിലും കട്ടി കൂടിയതൊന്നും പഠിച്ചിരിക്കുക കേട്ടോ. അതൊന്നും തെറ്റാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പാരങ്കൈമ എന്ന് വെച്ചാൽ ഏറ്റവും ലഘുഘടനയുള്ള കോശങ്ങളായിരിക്കും. അതുപോലെ തന്നെ ഏറ്റവും മൃദുവായ സസ്യഭാഗങ്ങളായിരിക്കും കാണപ്പെടുന്നത്. പ്രകാശ സംശ്ലേഷണത്തിനും ആഹാര സംഭരണത്തിനും സഹായിക്കുന്നത് പാരങ്കൈമയാണ്. കോളങ്കൈമ എന്ന് വെച്ചാൽ മൂലകളിൽ മാത്രം കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്നാണ് സസ്യഭാഗങ്ങൾക്ക് വഴക്കും താങ്ങും നൽകുന്നുണ്ട്. സ്ക്ലീറങ്കൈമ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയ തരം കോശങ്ങളാണ് നൽകുന്നത്. അതുപോലെ തന്നെ എന്താണ്? സസ്യഭാഗങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്നുണ്ട്. ഇനി എന്താണ് ആവാസ വ്യവസ്ഥ എന്ന് നമുക്ക് നോക്കാം. ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാടിനെയാണ് ആവാസം എന്ന് പറയുന്നത്. അതായത് ഈ ആവാസ വ്യവസ്ഥയും ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റിൽ തെറ്റായിട്ട് കൊടുത്തിട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ. അത് കാരണമാണ് ഞാൻ ആ ഒരു ടോപ്പിക് എടുത്തിരുന്നത്. അപ്പോൾ ആവാസം എന്ന് വെച്ചാൽ എന്താണ്? ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാടിനെയാണ് ആവാസം എന്ന് പറയുന്നത്. പ്രകൃതിദത്തമായ ചുറ്റുപാടിനെയാണ് എന്ന് പറയുന്നത് ആവാസം എന്ന് പറയുന്നത്. എന്നാൽ ജീവിയ ഘടകങ്ങളും അജീവീയ ഘടകങ്ങളും ഉൾപ്പെടുന്നതും അവയുടെ പരസ്പര ബന്ധത്തിലൂടെ നിലനിൽക്കുന്നതുമായ സംവിധാനത്തെയാണ് ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്. ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാടിനെയാണ് ആവാസം എന്ന് പറയുന്നത്. ജീവിയ ഘടകങ്ങളും അജീവീയ ഘടകങ്ങളും ഉൾപ്പെടുന്നതും അവയുടെ പരസ്പര ബന്ധത്തിലൂടെ നിലനിൽക്കുന്നതുമായ സംവിധാനത്തെയാണ് എന്ന് പറയുന്നത് ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഒരാൾ ജീവികളൊക്കെ താമസിക്കുന്ന സ്ഥലത്ത് ആവാസം എന്ന് പറയും. ഇവർ തമ്മിൽ കണക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ എന്ന് പറയും ആവാസ വ്യവസ്ഥ എന്ന് പറയും. അതുപോലെ തന്നെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ, ഉൽപാദകർ എന്ന് പറയുന്നത് ആരാണ് ഉൽപാദകർ എന്ന് പറയുന്നത്? ഹരിത സസ്യങ്ങളാണ് ഉൽപാദകർ എന്ന് പറയുന്നത്. കാരണം എന്താണ്? ഹരിത സസ്യങ്ങൾ സ്വയം ആഹാരം നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. അതിനാൽ ഇവയെ എന്ന് പറയാം? ഉൽപാദകർ എന്ന് പറയാം. ആഹാരത്തിനായിട്ട് മറ്റു ജീവികളെ ആശ്രയിക്കുന്ന ജീവികളെയാണ് ഉപഭോക്താക്കൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു ജീവി ആഹാരത്തിനായിട്ട് മറ്റ് ജീവികളെ ആശ്രയിക്കുകയാണെന്നുണ്ടെങ്കിൽ ജീവികളെ ഉപഭോക്താക്കൾ എന്ന് വിളിക്കാം. അതല്ല, ഹരിതസസ്യങ്ങൾ സ്വയം ആഹാരം നിർമ്മിക്കുന്ന കാരണം ഹരിതസസ്യങ്ങൾ എന്ന് വിളിക്കാം, ഉൽപാദകർ എന്നും വിളിക്കാം. ഇനി അതുപോലെ തന്നെ നമ്മൾ കാന്തങ്ങളുടെ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുണ്ട് അല്ലേ. കാന്തം എന്ന് പറയുന്നത് ഏത് ലോഹങ്ങൾ കൊണ്ടാണ് നിർമ്മിക്കുന്നത്? ഏത് സങ്കരം ഉപയോഗിച്ചിട്ടാണ് കൂടുതൽ കാന്തങ്ങൾ നിർമ്മിക്കുന്നത്? അൽനിക്കോയാണ് അല്ലേ. അപ്പോൾ അൽനിക്കയിൽ വരുന്ന ലോഹങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അൽനിക്കോയിൽ വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. അൽനിക്കോ എന്നല്ലേ വരുന്നത്? അൽനിക്കോ എന്നാണ് വരുന്നത്. അപ്പോൾ നമുക്കറിയാം അലുമിനിയം ഉണ്ട് അല്ലേ, അലുമിനിയം ഉണ്ട്. അതുപോലെ തന്നെ എന്താണ്? നീ എന്ന് വെച്ചാൽ നിക്കലാണ്. CO എന്ന് വെച്ചാൽ കൊബാൾട്ടാണ്. അപ്പോൾ അലുമിനിയം, നിക്കൽ, കൊബാൾട്ട് ഉണ്ട്. അതേ പ്ലസ് എന്തുണ്ടായിരിക്കാം? അയൺ കൂടി ഉണ്ടായിരിക്കും. അതിനെയാണ് എന്ന് പറയുന്നത് അൽനിക്കോ എന്ന് പറയുന്നത്. അപ്പോൾ അൽനിക്കോ എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ പറയുന്നത്? അൽനിക്കോ എന്ന് പറഞ്ഞ് എഴുതി നോക്കാം. അപ്പോൾ നമുക്ക് നോക്കിയാൽ എന്ന് വെച്ചാൽ എന്താണ്? അലുമിനിയം. നീ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ നിക്കൽ. കോ എന്ന് വെച്ചാൽ എന്താണ്? കൊബാൾട്ട്. പിന്നെ അയൺ കൂടി ചേരാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അൽനിക്കോ എന്ന് പറയുന്ന ലോഹസങ്കരം ഉണ്ടാകും. അപ്പോൾ ഇരുമ്പിൻ്റെ കൂടെ അലുമിനിയം, നിക്കൽ, കൊബാൾട്ട് എന്നീ ലോഹങ്ങൾ ചേർന്നുണ്ടാകുന്ന അൽനിക്കോ എന്ന ലോഹസങ്കരം ഉപയോഗിച്ചിട്ടാണ് കാന്തങ്ങൾ നിർമ്മിക്കുന്നത്. അതുപോലെ തന്നെ ചോദിക്കാറുണ്ട് കേട്ടോ, നിയോഡിയം, സമോറിയം എന്ന് പറയുന്നതും ഈ കാന്തം നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്നതാണ്. നമുക്ക് ഓപ്ഷനിൽ വരാം കേട്ടോ. നിയോഡിയം, സമേറിയം ഉപയോഗിച്ച് എന്ത് നിർമ്മിക്കാം? അൽനിക്കോ, നിയോഡിയം, സമേറിയം എന്നിവ ഉപയോഗിച്ച് നിർമ്മിക്കാം? കാന്തങ്ങൾ നിർമ്മിക്കാം. അതുപോലെ തന്നെ ചോദിക്കാവുന്ന ഒരു ഭാഗമാണ് എന്താണ്? ബ്രാസിൽ ഉൾപ്പെട്ട വസ്തുക്കൾ ഏതാണെന്ന് ചോദിക്കാറുണ്ട് അല്ലേ. ബ്രാസിൽ ഉൾപ്പെട്ടത് ചോദിക്കാറുണ്ട്. ബ്രാസ് എന്ന് വെച്ചാൽ എന്താണ്? പിച്ചളയാണ്. പിച്ചളയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് സിങ്കും കോപ്പറാണ്. സിങ്കും കോപ്പറും ചേർന്നാണ് ബ്രാസ്. സോഡയിൽ എന്തുണ്ട്? ജലം, കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഗ്ലിസറിൻ വെള്ളത്തിൽ വെച്ചത് ഗ്ലിസറിൻ ജലമുണ്ട്. വായുവിൽ നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ജലക്കണികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ ബ്രാസ് എന്ന് പറയുന്നത് എന്താണ്? സിങ്കും കോപ്പറും കൂടി ചേർന്നാണ് ബ്രാസ് എന്ന് പറയുന്നത്. സിങ്കും കോപ്പറും കൂടി ചേർന്നാണ് ബ്രാസ് അല്ലെങ്കിൽ പിച്ചള എന്ന് പറയുന്നത്. സിങ്കും കോപ്പറും കൂടി ചേർന്നതാണ്.
നെക്സ്റ്റ് അസ്ഥികളുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എത്രയുണ്ടെന്നല്ലേ തലയോട്ടിലും വാരിയിലും ഒക്കെ എത്രയാണ് അസ്ഥികളിലെ കാണപ്പെടുന്നതെന്ന് ചോദിക്കാറുണ്ട്. നമുക്ക് ഒന്നില്ലാന്നുണ്ടെങ്കിൽ ചേരുംപടി ചേർക്കുക, ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കാം ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതുപോലെ തന്നെ എത്ര അസ്ഥികൾ ഉണ്ടെന്നും ചോദിച്ചിട്ടുണ്ട് അല്ലേ. കഴിഞ്ഞ ക്വസ്റ്റ്യൻ ഇപ്പോൾ നമ്മൾ കണ്ടിരുന്നു അസ്ഥികൾ എത്രയുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജനിക്കുന്ന സമയത്ത് ശരീരത്തിൽ ഏകദേശം 300 എല്ലുകളാണ് ഉണ്ടായിരിക്കുക. ജനിക്കുന്ന സമയത്ത് എത്ര ഉണ്ടായിരിക്കും? 300 എല്ലുകളാണ് ഉണ്ടായിരിക്കുക. എന്നാൽ പ്രായപൂർത്തിയാവുന്നതോടെ ഇതിൽ പലതും ഒന്നിച്ചു ചേർന്ന് 206 മാറുന്നു. അപ്പോൾ അസ്ഥികൾ എണ്ണം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രയാണ്? 206 എന്നാൽ ജനിക്കുമ്പോൾ 300 ഉണ്ട് എന്നുള്ളതും കൂടി ഓർമ്മിച്ച് വെക്കാം. ഇനി തലയോട്ടിൽ എത്രയാണ്? തലയോട്ടിൽ 22, വാരിയലിൽ 24, ഓരോ കാലിലും 30 കേട്ടോ, 60 അപ്പോൾ അരക്കെട്ടിൽ 2, നട്ടലിൽ 33, ഓരോ കൈയിലും 32, മാറലിൽ 1. ഇങ്ങനെയാണ് എന്ത് പറയുന്നത്? അസ്ഥികളുടെ ജോഡികൾ എന്ന് പറയുന്നത്. തലയോട്ടിൽ 22, വാരിയലിൽ 24, ഓരോ കാലിലും 30, അരക്കെട്ട് 2, നട്ടലിൽ എത്രയാണ്? 33, ഓരോ കൈയിലും 32, മാറലിൽ 1. അതുപോലെ തന്നെ എപ്പോഴും ചോദിക്കുന്ന ഒരു ഭാഗമാണ് അല്ലേ വിജാഗിരി സന്ധി, കീലസന്ധി. ഒരു ഭാഗത്തേക്ക് ഒരു വശത്തേക്ക് മാത്രം ചലിക്കുന്ന സന്ധി ഏതാണ്? അതുപോലെ തന്നെ എന്താണ് ചോദിക്കുന്നത്? അതുപോലെ തന്നെ എന്താണ് തോളൽ സന്ധി എന്ന് പറയുന്നത് ഏത് സന്ധിയാണെന്നൊക്കെ ചോദിക്കാറുണ്ട് അല്ലേ. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ ഈ സന്ധികളെ കുറിച്ചിട്ട് ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു വെക്കണം കേട്ടോ. അപ്പോൾ ഈ ഗോളര സന്ധി എന്ന് വെച്ചാൽ എന്താണ്? ബോൾ ആൻഡ് ജോക്കറ്റ് അല്ലേ, ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ എന്നാണ് അതിന് പറയാം. ഗോളര സന്ധി എന്ന് വെച്ചാൽ എന്താണ് തോളല് സന്ധി. അതുപോലെ തന്നെ ഇടുപ്പല്ല് സന്ധിയാണ് ഈ ഗോളര സന്ധിയിൽ വരുന്നത്. തോളലും ഇടുപ്പല്ല്, അതായത് ഗോളം പോലെ അല്ലേ, ഇങ്ങനെ ഒരെണ്ണത്തിൽ ഉള്ളിലേക്ക് വേറൊരു അസ്ഥി വെക്കുന്നതിനാണ്, ഒരു കുഴിയിൽ ഇങ്ങനെ വേറൊരു അസ്ഥി വെക്കുന്നതിനാണ് പറയുന്നത്. അതായത് ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ള അസ്ഥി ഏതാണ്? ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ള സന്ധി ഏതാണെന്ന് ചോദിച്ചാൽ ഗോളര സന്ധിയാണ്. കാരണം എന്താണ്? ഒരു അസ്ഥിയുടെ അറ്റത്തുള്ള ഉരുണ്ട ഭാഗം മറ്റൊരു അസ്ഥിയുടെ കുഴിയിലാണ് അത് തിരിയുന്നത്. അത് കാരണം ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യം ഉണ്ട്. അപ്പോൾ ഗോളര സന്ധി എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ള സന്ധിയാണ്. തോളല് സന്ധിയും ഇടുപ്പല്ല് സന്ധിയും ഗോളര സന്ധിക്ക് എക്സാമ്പിളാണ്. ഇനി വിജാഗിരി സന്ധി എന്നാണ്. വിജാഗിരി സന്ധി കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കുക കേട്ടോ. ബാക്കിയുള്ളതിനേക്കാളും കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വിജാഗിരി സന്ധി പഠിക്കാം. കൈമുട്ടും കാൽമുട്ടാണ് വിജാഗിരി സന്ധിയിൽ വരുന്നത്. വിജാഗിരി പോലെ ഒരു ഭാഗത്തേക്ക് മാത്രം ചലിപ്പിക്കാൻ കഴിയുന്നതാണ് അല്ലേ ഈ കൈമുട്ടും കാൽമുട്ടും എന്ന് പറയുന്നത്. അപ്പോൾ വിജാഗിരി സന്ധി എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഭാഗത്തേക്ക് മാത്രം ചലിപ്പിക്കാനായിട്ട് കഴിയുന്നതാണ്. കൈമുട്ടും കാൽമുട്ടാണ് എക്സാമ്പിൾ. ഇനി കീലസന്ധി എന്ന് വെച്ചാൽ കഴുത്താണ്. തലയോടും നട്ടലിൻ്റെ മുകൾ ഭാഗവും ചേരുന്ന സ്ഥലമാണ് ഈ കീലസന്ധിയിൽ വരുന്നത്. അതായത് ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരു ദിശകളിലേക്കും തിരിയുകയാണെന്നുണ്ടെങ്കിൽ എന്തെന്ന് പറയാം? കീലസന്ധി എന്ന് പറയാം. ഇരു ദിശകളിലേക്ക് തിരിയുന്നത് കഴുത്താണ്. തലയോടും നട്ടലിൻ്റെ മുകൾ ഭാഗവും ചേരുന്ന സ്ഥലമാണ്. ഓക്കെ, അപ്പോൾ എന്താണ് പറഞ്ഞത്? ഗോളര സന്ധി എന്ന് വെച്ചാൽ ഒരു അസ്ഥി മറ്റൊരു അസ്ഥിയുടെ കുഴിയിൽ തിരിയാണ് ചെയ്യുന്നത്. അതായത് ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ള സന്ധി എന്ന് ചോദിച്ചാൽ ഗോളര സന്ധിയാണ്. തോളല് സന്ധിയും ഇടുപ്പല്ല് സന്ധിയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഇനി വിജാഗിരി സന്ധി എന്ന് വെച്ചാൽ വിജാഗിരി പോലെ ഒരു ഭാഗത്തേക്ക് മാത്രം ചലിപ്പിക്കാൻ കഴിയുള്ളൂ. കൈമുട്ടും കാൽമുട്ടും അതിന് എക്സാമ്പിളാണ്. കീലസന്ധി എന്ന് വെച്ചാൽ കഴുത്താണ്. ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരു ദിശകളിലേക്കും തിരിയാണ് ചെയ്യുന്നത്. തലയോട് നട്ടലിൻ്റെ മുകൾ ഭാഗവും ചേരുന്ന സ്ഥലമാണ് ഈ കീലസന്ധിയിൽ വരുന്നത്. ഓക്കെ, ഇനി എന്താണ് പ്രകാശ സംശ്ലേഷണം എന്ന് വെച്ചാൽ എന്താണ്? പ്രകാശ സംശ്ലേഷണം എന്ന് വെച്ചാൽ എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡും അറിയാവുന്ന കാര്യമായിരിക്കും എല്ലാവർക്കും. എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉപയോഗിച്ചിട്ടില്ലേ, കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ തന്നെ ജലവും ഉപയോഗിച്ചിട്ട് എന്ത് സംഭവിക്കും? ആരുടെയൊക്കെ പ്രസൻസിലാണ്? സൂര്യപ്രകാശം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എന്തുണ്ടായിരിക്കും? ഹരിതകം ഉണ്ടായിരിക്കും. ഈ പ്രസൻസിൽ എന്ത് സംഭവിക്കുകയാണ് ചെയ്യുന്നത്? എന്തൊക്കെയാണ് ഉണ്ടാകുന്നത്? ഓക്സിജൻ ഉണ്ടാകുന്നു. ഓക്സിജനും ഗ്ലൂക്കോസും ഉണ്ടാകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓക്സിജനാണ് പ്രധാന ഉൽപ്പന്നം എന്ന് പറയുന്നത്. ഓക്സിജനാണ്. ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് അന്നജ രൂപത്തിലാണ് സംഭരിക്കപ്പെടുന്നതെന്നും പഠിച്ചു വയ്ക്കാം കേട്ടോ. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ്, ജലം എന്നിവ ഉപയോഗിച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നു. സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജ്ജമാണ് അതിന് ഉപയോഗപ്പെടുത്തുന്നത്. അതിനാൽ ഈ പ്രവർത്തനത്തെ നിന്ന് വിളിക്കാം പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നു. ഇലകളിലെ ഹരിതകം എന്ന വർണ്ണകമാണ് സസ്യങ്ങളെ ആഹാര നിർമ്മാണത്തിന് സഹായിക്കുന്നത്. ഈ പ്രവർത്തനത്തിന് ഫലമായിട്ട് എന്തുണ്ടാകുന്നു? ഓക്സിജൻ ഉണ്ടാകുന്നു. അതായത് കാർബൺ ഡൈ ഓക്സൈഡ്, ജലം, സൂര്യപ്രകാശത്തിനെയും ഹരിതകം എന്ന് പറയുന്ന ഇലകളിലെ വർണ്ണകമാണ്. അതിൻ്റെ പ്രസൻസിൽ വെച്ച് എന്തുണ്ടാക്കാണ്? ഒരു ഫുഡ് ഉണ്ടാക്കുക അല്ലേ, അതിനെയാണ് പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഓക്സിജൻ ഉണ്ടാകുന്നുണ്ട്. ഉൽപ്പന്നം എന്ന് പറയുന്നത് എന്താണ്? ഓക്സിജനാണ്.
നെക്സ്റ്റ് ചോദിക്കാറുള്ള ഒരു ഭാഗമാണ് അല്ലേ, വിത്ത് മുളയ്ക്കാൻ ആവശ്യമുള്ളത് ഏതാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ വിത്ത് മുളയ്ക്കാനായിട്ട് ആവശ്യം എന്താണ്? ജലം ആവശ്യമാണ്. എന്നാൽ മണ്ണ്, സൂര്യപ്രകാശം എന്നീ ഘടകങ്ങളൊന്നും ആവശ്യമില്ല. ഇത് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വിത്ത് മുളയ്ക്കാൻ ജലം ആവശ്യമാണ്, എന്നാൽ മണ്ണും സൂര്യപ്രകാശവും വിത്ത് മുളയ്ക്കാനായിട്ട് ആവശ്യമില്ല. ജലത്തിന് പുറമെ വായു, അനുയോജ്യമായ താപനില എന്നിവയും വിത്ത് മുളയ്ക്കാനായിട്ട് ആവശ്യമാണ്. അപ്പോൾ ജലം ആവശ്യമാണ്, വായു ആവശ്യമാണ്, അതുപോലെ തന്നെ അനുയോജ്യമായ താപനിലയും വിത്ത് മുളയ്ക്കാനായിട്ട് ആവശ്യമാണ്. എന്നാൽ മണ്ണ്, സൂര്യപ്രകാശമൊന്നും ഇതിൻ്റെ ഘടകങ്ങൾ ഈ വിത്ത് മുളയ്ക്കുന്നതിനായിട്ട് ആവശ്യമില്ല. വ്യത്യസ്ത വിത്തുകൾ മുളയ്ക്കാനെടുക്കുന്ന സമയവും അനുയോജ്യമായ താപനിലയും വ്യത്യസ്തമാണ്. അപ്പോൾ വിത്ത് മുളയ്ക്കാനായിട്ട് ജലം ആവശ്യമാണ്, എന്നാൽ മണ്ണ്, സൂര്യപ്രകാശം എന്നീ ഘടകങ്ങൾ ആവശ്യമില്ല. ജലത്തിന് പുറമെ എന്താണ്? വായു, അനുയോജ്യമായ താപനിലയൊക്കെ എന്താണ്? വിത്ത് മുളയ്ക്കാനായിട്ട് ആവശ്യമാണ്. വ്യത്യസ്ത വിത്തുകൾ മുളയ്ക്കാനെടുക്കുന്ന സമയവും അനുയോജ്യമായ താപനിലയും ഏതാണ്? വ്യത്യസ്തമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ വിത്ത് മുളയ്ക്കാൻ എന്തൊക്കെ ആവശ്യമാണ്? ജലം ആവശ്യമാണ്, താപനില ആവശ്യമാണ്, അതുപോലെ തന്നെ എന്താണ് ആവശ്യം എന്ന് പറയുന്നത്? വായു ആവശ്യം അല്ലേ, വായു ആവശ്യമാണ്. എന്നാൽ ഈ മണ്ണും സൂര്യപ്രകാശം ആവശ്യമില്ല. മുളച്ചതിന് ശേഷമാണ് ഈ മണ്ണും സൂര്യപ്രകാശത്തിൻ്റെയും ആവശ്യം വരുന്നത്. അതുപോലെ തന്നെ ചോദിക്കാറുണ്ട് അല്ലേ, വിത്ത് ആദ്യമായിട്ട് മുള പൊട്ടുമ്പോൾ എന്താണ് ആദ്യം തന്നെ പുറത്തേക്ക് വരുന്നത്? എന്താണ്? ബീജമൂലമാണ്. ബീജമൂലം എന്തായിട്ട് മാറാണ് ചെയ്യുന്നത്? വേരായിട്ട് മാറുന്നു. ബീജമൂലം എന്തായിട്ട് മാറുന്നു? വേരായിട്ട് മാറുന്നു. ബീജമൂലം എന്ന് പറയുന്നത് എന്തായിട്ട് മാറുന്നു? വേരായിട്ട് മാറുന്നു. അത് പഠിച്ചിരിക്കാട്ടോ. ബീജമൂലം എന്ന് പറയുന്നത് വേരായിട്ടാണ് മാറുന്നത്. ബീജമൂലം എന്തായിട്ട് മാറുന്നു? വേരായിട്ട് മാറുന്നു. ഇനി നെക്സ്റ്റ് നമുക്കറിയാം ബീജപത്രം ഉണ്ടാകുന്നുണ്ടല്ലേ, ഈ ബീജപത്രം ഉണ്ടാകുന്നുണ്ട്. ഈ ബീജപത്രം എന്തായിട്ട് മാറുന്നു? പത്രത്തിന് പോലെ ഇരിക്കുന്ന ഭാഗം ഏതാണ്? ബീജപത്രം എന്ന് വെച്ചാൽ എന്താണ്? ബീജപത്രം എന്ന് പറയുന്നത് എന്താണ്? ഇലയായിട്ട് മാറുന്നു. ബീജപത്രം എന്തായിട്ട് മാറുന്നു? ഇലയായിട്ട് മാറുന്നു. നെക്സ്റ്റ് അതുപോലെ തന്നെ ബീജശീർഷം എന്ന് പറയുന്നത് എന്തായിട്ട് മാറുന്നു? തണ്ടായിട്ടാണ് മാറുന്നത്. ബീജശീർഷം എന്ന് പറയുന്നത് തണ്ടായിട്ടാണ് മാറുന്നത് എന്ന് പഠിച്ചിരിക്കുക. ബീജശീർഷം തണ്ടായിട്ടാണ് മാറുന്നത്. അപ്പോൾ ബീജമൂലം മൂലയിലുള്ള ഒരു ഭാഗം അല്ലേ, വേരായിട്ട് മാറുന്നു. ബീജപത്രം ഇലയായിട്ട് മാറുന്നു. ബീജശീർഷം തണ്ടായിട്ട് മാറുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. ഇനിയും SCERT ഭാഗങ്ങളുണ്ട്, പ്രധാനപ്പെട്ട സയൻസ് ചോദിക്കുന്ന ആവർത്തിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇനിയും ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സുകൾ പെട്ടെന്ന് ലഭിക്കുന്നതായിരിക്കും കേട്ടോ.